സ്നേഹമുള്ളവരെ, നോവിൻ്റെ നോമ്പിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുവാനായിട്ട് പോകുന്നത് കുരിശിൻ്റെ വഴിയിലെ 8ാമത്തെ സ്ഥലമാണ്. 3 തരത്തിലുള്ള ആളുകൾ. സ്വന്തം നൊമ്പരത്തിലേക്ക് മാത്രം നോക്കുന്നവർ. അങ്ങനെയുള്ള ആളുകളെയാണ് ഇന്ന് കൂടുതലായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നത്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഇന്നത്തെ സമൂഹം അങ്ങനെയുള്ള ഒത്തിരി ആളുകളെ സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. നിയമങ്ങളും അതുപോലെ തന്നെ സമൂഹത്തിൻ്റെ പലതരത്തിലുള്ള സമ്മർദ്ദങ്ങളും മൂലം സ്വന്തം നൊമ്പരങ്ങളിലേക്കും സ്വന്തം കുടുംബത്തിലേക്കും മാത്രമായിട്ട് ഒതുങ്ങിപ്പോകുന്ന ഒത്തിരി ആൾക്കാരെ നമുക്കിന്ന് കാണുവാനായിട്ട് സാധിക്കും. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, ഒരു മനുഷ്യൻ വണ്ടി ഇടിച്ച് റോട്ടിൽ കിടക്കുകയാണെന്ന് ചിന്തിക്കുക. ഇന്ന് ഭൂരിഭാഗം ആൾക്കാരും അങ്ങനെ ഒരു സംഭവം കണ്ടാൽ ഇടപെടുവാനായിട്ട് തയ്യാറാകില്ല. അതിൻ്റെ പുറകെ വരുന്ന നിയമപരമായിട്ടുള്ള നൂലാമാലകളെക്കുറിച്ചെല്ലാം ഓർത്ത് അവർ അതിലൊന്നും ഇടപെടാതെ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കും. എന്നാൽ രണ്ടാമത്തെ ഒരു കൂട്ടരുണ്ട്. അവർ സ്വന്തം നൊമ്പരങ്ങളിലേക്കും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ നൊമ്പരങ്ങളിലേക്കും ഇടപെടുവാനായിട്ട് ശ്രമിക്കുന്നവരാണ്. അങ്ങനെയുള്ളവർ അവരുടെ നൊമ്പരങ്ങൾ മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ളവർ പറയുന്ന നൊമ്പരങ്ങൾ കേൾക്കുവാനും അവരെ കൊണ്ടാവുന്ന രീതിയിലുള്ള സഹായങ്ങളൊക്കെ ചെയ്യുവാനായിട്ട് പരിശ്രമിക്കാറുണ്ട്. ഇനി മൂന്നാമത്തെ ഒരു കൂട്ടരുണ്ട്. മൂന്നാമത്തെ കൂട്ടര് സ്വന്തം നൊമ്പരങ്ങളെ കുറിച്ച് വ്യാകുലരാകാതെ മറ്റുള്ളവരുടെ നൊമ്പരങ്ങളിലേക്ക് നോക്കുന്ന, മറ്റുള്ളവരുടെ നൊമ്പരങ്ങളിൽ ആശ്വാസമായിട്ട് മാറുന്ന ഒരു കൂട്ടരാണ്. ഈശോ ഇവിടെ ചെയ്യുന്നത് സ്വന്തം നൊമ്പരങ്ങളിലേക്ക് നോക്കാതെ മറ്റുള്ളവരുടെ നൊമ്പരങ്ങളിൽ ആശ്വാസമാകുന്നതായിട്ട് നമ്മൾ കാണുന്നു. വളരെ വലിയ മനുഷ്യർക്ക് മാത്രം ചെയ്യുവാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമാണ് സ്വന്തം നൊമ്പരങ്ങളിലും വേദനകളിലും മറ്റുള്ളവർക്ക് ആശ്വാസമാകുവാനായിട്ട് സാധിക്കുന്ന ഒരവസ്ഥ. രാവിലെ മുതൽ നല്ല തലവേദനയായിരുന്നു ആ നേഴ്സിന്. അതുകൊണ്ട് തന്നെയാണ് ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റിനെയും ഡോക്ടറിനെയും ചീത്ത വിളിച്ചുകൊണ്ട് അവർ ആ വരാന്തയിലേക്ക് കടന്നു വന്നത്. അവിടെ ഉണ്ടായിരുന്ന ഒരു ബെഞ്ചിൻ്റെ ഒരു സൈഡിലിരുന്ന് കയ്യിലിരുന്ന ബാം എടുത്ത് നെറ്റിയിൽ പുരട്ടുവാനായിട്ട് തുടങ്ങി. മറ്റേ സൈഡിലിരുന്ന സ്ത്രീ അടുത്തേക്ക് വന്ന് അവരോട് ചോദിച്ചു, സിസ്റ്ററെ, എന്തു പറ്റി? തലവേദനയാണോ? ആ ചേച്ചി, രാവിലെ മുതൽ നല്ല തലവേദന. അവരുടെ കയ്യിലിരുന്ന ബാം വാങ്ങി ആ സ്ത്രീ സിസ്റ്ററിൻ്റെ നെറ്റിയിൽ പുരട്ടിക്കൊടുത്തു. ഒരു ആശ്വാസം ലഭിച്ചതുപോലെ. താങ്ക്സ് പറഞ്ഞ് ഡ്യൂട്ടിയിലേക്ക് പോകാനായിട്ട് എഴുന്നേറ്റപ്പോൾ റേഡിയേഷൻ റൂമിൽ നിന്നും ഒരു വിളി കേട്ടു, ചേച്ചി അകത്തേക്ക് വന്നോളൂ, റേഡിയേഷന് തയ്യാറായി. ആ സ്ത്രീ തൻ്റെ ക്യാൻസർ രോഗത്തിൻ്റെ ചികിത്സയ്ക്കായിട്ട് വന്നതായിരുന്നു. ദൈവമേ, ഞാനും പലപ്പോഴും എൻ്റെ നൊമ്പരങ്ങളിലേക്ക് മാത്രം നോക്കുകയും എൻ്റെ നൊമ്പരങ്ങളെ പെരുപ്പിച്ച് കാണിക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ. എന്നാൽ എന്നേക്കാൾ നൊമ്പരം അനുഭവിക്കുന്നവരെയും വേദനയിലൂടെ കടന്നു പോകുന്നവരെയും കാണുവാനുള്ള എൻ്റെ കണ്ണുകൾ എന്നാണ് തുറക്കുക? എൻ്റെ ഈശോയെ, നിൻ്റെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. ആമേൻ.